അതെ, ഈ പുതിയ ബ്യൂട്ടി പാർലർ എപ്പോഴാ തുടങ്ങിയത്? ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. നോക്ക്, എത്ര പേരാ അവിടെ ലൈനിൽ നിൽക്കുന്നേ. അവര് പറയുന്നത് എന്താണെന്നോ, നിങ്ങൾ പറയുന്ന സ്റ്റൈലിൽ നിങ്ങളുടെ മുടി വെട്ടിത്തരാന്ന്. വെരി ഗുഡ്. പൊളിച്ചടുത്തല്ലോ. മുടി വെട്ടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. വരൂ, നമുക്ക് പോയി നോക്കാം അവരെങ്ങനെയാ മുടി വെട്ടുന്നതെന്ന്. വരൂ, എനിക്ക് പോയി എന്റെ മുടി ഒന്ന് വെട്ടണം. നടക്കൂ. എന്റെ പേര് ജൂലി. വെൽക്കം ടു സിസേഴ്സ് ബ്യൂട്ടി പാർലർ. നിങ്ങളിൽ ആർക്കാണ് ഹെയർ കട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് അങ്ങനെ ഞങ്ങൾ ചെയ്തു തരാം. ഹായ്, ആദ്യം എനിക്ക് തന്നെ മുടി വെട്ടി തരണം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തോന്നുന്ന പോലെ വെട്ടിക്കോളൂ. എന്നാൽ സർ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ കട്ട് ഉണ്ടാവില്ലേ? അതെ അതെ, ശരിക്കും ഒരു ഫിലിം സ്റ്റാറിനെ പോലെ തന്നെ ഹെയർ കട്ട് ചെയ്തോളൂ. വേണ്ട, ഏതെങ്കിലും ഒരു മഹാരാജാവിനെ പോലെയുള്ള ഹെയർ കട്ട് ചെയ്താൽ മതി. രാജാവിന്റെ മഹാരാജാവിന്റെ ഒന്നും വേണ്ടെന്നേ, ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കട്ട് മതി. എന്റെ സ്നേഹിതനെ കണ്ട ഹീറോയെ പോലെ ഉണ്ടാവണം, അത്രേ. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഹെയർ കട്ട് ചെയ്യണോ? പ്ലീസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയൂ. ഈ സിസറിന് കൺഫ്യൂസ് ആകുന്നു. എന്ത് സിസറിന് കൺഫ്യൂസ് ആകുന്നുണ്ടെന്നോ? അതായത് എനിക്ക് കൺഫ്യൂസ് ആകുന്നു. പൊളിച്ചടുത്തല്ലോ. എന്റെ തല മൊട്ടടിച്ചു. സോറി, നിങ്ങൾ പൈസ തരേണ്ടതില്ല. അവരെല്ലാം ഓരോ സ്റ്റൈൽ പറഞ്ഞ് എന്റെ സിസറിന് കൺഫ്യൂസ് ആയി. അതായത് എനിക്ക് കൺഫ്യൂസ് ആയി. അതെ, അതെങ്ങനെയാ സിസർ തനിച്ച് ചെന്ന് കട്ട് ചെയ്യുന്നത്? ഇതെന്തൊരു മറിമായവാ. അതിനെ കുറിച്ച് ഞാൻ പറയാം. എനിക്ക് എല്ലാവരുടെയും മൈൻഡ് റീഡ് ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് സമൂസ ഭയങ്കര ഇഷ്ടല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് സമൂസ പോലെ ഹെയർ കട്ട് ചെയ്യാം. വല്ലേട്ടാ, രക്ഷിക്കണേ! ആരെങ്കിലും എന്നെ സിസറിൽ നിന്ന് രക്ഷിക്കൂ. വേണ്ട. ഇതൊക്കെ എന്താ? ഇതെന്റെ മുത്തശ്ശന്റെ മാന്ത്രിക ശക്തിയുള്ള കത്രികയാ. ഇത് തനിയെ മുടി വെട്ടും. എന്നാൽ ഇത് ഏത് സ്ഥലത്ത് ചെന്നാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഞാൻ അവിടുന്ന് പോവേണ്ടി വരും. ഇതിനെ വിട്ട് പോവാനും പറ്റില്ല. അതെന്റെ പിന്നാലെ വന്നോണ്ടിരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. വേണ്ട, എനിക്ക് മുടി വെട്ടണ്ടേ. നിങ്ങളുടെ ഹെയർ കട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സമൂസക്കാരന്റെ ഹെയർ സ്റ്റൈല് വേണ്ട. ഇത് എങ്ങനത്തെ ഓട്ടോമാറ്റിക് ഹെയർ കട്ടിങ്ങാ ചെയ്തിരിക്കുന്നേ? മോട്ടു, നിനക്ക് ഈ ഹെയർ കട്ടിങ് നന്നായി ചേരുന്നുണ്ട്. ഇതിൽ ഇത്ര ചിരിക്കാനായി എന്താ ഇരിക്കുന്നേ? നിനക്കും ഇപ്പൊ ഒരു ഹെയർ കട്ട് അത്യാവശ്യമാണെന്ന് തോന്നുന്നേ. ബോക്സറേട്ട, വേഗം ഓടിക്കോ. ഇത് മാന്ത്രിക കത്രികയാണ്. നിങ്ങളുടെ പിന്നാലെ വന്നിട്ട് ഹെയർ കട്ട് ചെയ്യാതെ വിടില്ല ഇത്. ഏയ്, ഇതെന്നെ ഒന്ന് തൊട്ടു നോക്കട്ടെ, വിവരം അറിയും. ഞാൻ പൊട്ടിച്ചു കളയും. അരുത്, വേണ്ട, എന്നെ രക്ഷിക്കണേ. നോക്കട്ടെ, വേഗം കൊണ്ടുവാ. നമസ്കാരം. നിങ്ങൾക്ക് ഏതെങ്കിലും ഹെയർ കട്ട് ആവശ്യമുണ്ടോ? എന്റെ അമ്മോ, നീ എന്താ ഈ കാണിച്ചത്?
ദാ നോക്ക്, അതാ കത്രിക. അയാളുടെ ഹെയർ കട്ട് ചെയ്യാ. ആ ഡ്രസ്സിന്റെ കയ്യില് മാഗ്നറ്റ് ഉണ്ട്. ആ കത്രിക ഒരാളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നീ പെട്ടെന്ന് പുറകെ പോയി അതങ്ങ് കൈക്കലാക്കണം. ആ മാഗ്നറ്റിന് ഈ കത്രികയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല ചങ്കെ. ചെല്ല്. ഓൾ ദ ബെസ്റ്റ്. എന്റെ ദൈവങ്ങളെ, എന്നെ സഹായിച്ചോടെ. ഏയ്, ഇങ്ങോട്ട് വരൂ, ഞാനൊന്ന് കാണട്ടെ എന്റെ മുടി നീ എങ്ങനെ കട്ട് ചെയ്യുമെന്ന്. കഴിഞ്ഞിരിക്കുന്നു. ആ, നിങ്ങൾ ആ സമൂസക്കാരനല്ലേ? നിങ്ങൾക്ക് എന്താ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടില്ലേ? നീ എന്ത് കാണിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. എന്തിനാ പേടിച്ചിങ്ങനെ ഓടുന്നേ? എന്താ വേണ്ട, ഇപ്പൊ കാണിച്ചു തരാം നിനക്ക്. എന്നോടാണോ കളി? നിന്റെ വില കയ്യിലിരിക്കട്ടെ. ഇനി നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. വാ. അയ്യോ നിക്കേ, നീ ഇതെങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നേ? ആരെങ്കിലും നിർത്തൂ. നീ എന്നെ പിടിക്കാൻ നോക്കിയില്ലേ? അതിനാ നിനക്ക് ഈ ശിക്ഷ. ഇപ്പൊ നീ എന്റെ കൂടെ ചുറ്റിത്തിരി. സോറി എന്റെ വലിയേട്ടോ, ഈ അടിച്ച മുട്ടയ്ക്കൊന്നും നിങ്ങൾ കാശ് തരണ്ട. ഡോക്ടർ ജഡ്ക, ഈ ചെറിയ ഐഡിയ വർക്കൗട്ട് ആവുമല്ലോ അല്ലേ? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാ. ആ കത്രിക കൊണ്ട് ഇത് കണ്ടിച്ചാൽ കത്രികയുടെ പല്ലല്ലേ പോവുകയുള്ളൂ, അല്ലേ? ഓക്കേ പത്ലു, ഓൾ ദി ബെസ്റ്റ്. സോറി, എന്റെ കത്രിക കൊണ്ടല്ലേ നിങ്ങൾക്കെല്ലാം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. ആരെങ്കിലും ഒന്ന് എന്നെ ഈ കത്രികയിൽ നിന്ന് രക്ഷപ്പെടുത്ത്. അല്ലെങ്കിൽ തന്നെ തലമുടി ഒന്നും തന്നെ ഇല്ല. ഉള്ളത് തന്നെ കട്ട് ചെയ്തെടുത്താലോ. ഏയ് കത്രികെ, നിനക്ക് പറ്റുമെങ്കിൽ എന്റെ മുടി വെട്ടാൻ നോക്ക്. ഇത്രയും നീളമുള്ള മുടിയോ? വൗ! വെട്ട് വെട്ട്. ചതിയ, എന്നെ ചതിക്കാൻ നോക്കുന്നു. അത് മുടിയല്ല, അത് കമ്പിയാ. നീ നോക്കിക്കോ, ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. എവിടേക്കാണ് ഓടുന്നത്? നിൽക്കവിടെ. സോറി. पतलू पतलू पतलल्लू पतलू पतलू पतलल्ला पतलू पतलू पतलल्लू पतलू 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 पतलल्लू पतलू पतलू पतलल्ला पतलू पतलू पतलल्लू മോട്ടു, വേഗം എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. സമൂസ കഴിച്ച് പണി തുടങ്ങ്. മോട്ടോ, നീ പേടിക്കരുത്. ഐ ആം ഹിയർ. വൈ ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ? ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടല്ലോ. പൊളിച്ചെടുത്തല്ലോ. സാറ് മോട്ടിനാണോ സഹായിക്കുന്നത് അതോ കത്രികാനാണോ സഹായിക്കുന്നത്? അടിപൊളി മോട്ടു. ഇപ്പൊ കണ്ടില്ലേ സമൂസ കഴിച്ചപ്പോ എന്തൊക്കെ ഐഡിയ വരുന്നേന്ന്. എന്റെ കാല്.
അല്ല, ഈ പത്തലു ഇതുവരെ വന്നില്ലല്ലോ. എന്റെ പല്ലാണെങ്കിൽ വേദനിച്ചിട്ട് പോയല്ലോ. പത്തലുവിന്റെ ഒരു വിവരവും ഇല്ലല്ലോ. പത്തലു ഡോക്ടർ ജഡ്കാരുടെ അടുത്ത് പോയി മരുന്ന് മേടിക്കാൻ ഇത്രയും നേരോ? അതിങ്ങോട്ട് താ, വേഗം താ, മരുന്ന് താ. എനിക്ക് എന്റെ ഈ പല്ല് വേദന സഹിക്കാൻ വയ്യേ. ഇന്നാ പിടിച്ചോ ഡോക്ടർ ജഡ്ക, ഈ ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷാ തന്നിരിക്കുന്നേ. ഇതിന്റെ വയറ് പ്ലഗിൽ കണക്ട് ചെയ്യ്. ഇത് നിന്റെ പല്ല് ഓട്ടോമാറ്റിക് ആയിട്ട് വൃത്തിയാക്കും. പിന്നെ ഈ ബ്രഷിന്റെ ഹാൻഡിലിൽ പേസ്റ്റ് ഉണ്ട്. കറണ്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങും. ഇനി പല്ല് വൃത്തിയാക്കുന്നതിനെ കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട. താങ്ക് യു പത്തലു, താങ്ക് യു. പല്ലിന്റെ സമ്പൂർണ്ണ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ ഉപ്പും മുളകും കലർന്ന ടൂത്ത് പേസ്റ്റ്. ടിങ് ടിടിങ്. എന്താ നിങ്ങളുടെ പല്ലിൽ വേദനയുണ്ടോ? അതെ അതെ. എന്താ നിങ്ങളുടെ പല്ലിനിടയിൽ കഴിച്ചതിന്റെ ഒക്കെ അവശിഷ്ടം ഇരിപ്പുണ്ടോ? അതെ അതെ, ഞാൻ കഴിച്ചതിന് ശേഷം അതൊക്കെ പല്ലിനിടയിൽ കുടുങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ അണുക്കളുടെ കാരിയറാണ്. ഞാൻ അണുക്കളെയും അതിന്റെ കാരിയറുകളെയും രണ്ടിനെയും തീർത്തു കളയും. കാരിയറും കാണില്ല, പിന്നെ ഒരു അണുക്കളും കാണില്ല. ഇതിനാണ് പറയുന്നത് ടോട്ടൽ സുരക്ഷ. ടിങ് ടിടിങ്. നീ എത്ര വലിയ ആളാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. മോട്ടു, ഈ വ്യത്യാസമായ ടൂത്ത് ബ്രഷിനെ നമുക്ക് ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം. അറ്റാക്ക്! എന്റെ പത്തലു, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ഇവൻ നമ്മളെ ഇതുപോലെ വിഴുങ്ങും. ഉപ്പും മുളകും കലർന്ന ടൂത്ത് പേസ്റ്റ് 24 മണിക്കൂറും നിങ്ങളുടെ പല്ലുകൾക്കൊപ്പം. ടിങ് ടിടിങ്. സോറി സോറി, വെരി സോറി. ഏയ്, രാവിലെ തന്നെ തല്ലുകൊള്ളാൻ വന്നിരിക്കുകയാണോ? വല്ല ബോക്സിംഗും വേണോ ഇനി? ബോക്സർ ഭയ്യ, നിങ്ങളുടെ ധൈര്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി വെച്ചോളൂ. ഞങ്ങളുടെ പുറകിൽ വരുന്നില്ലേ, അവൻ ഭയങ്കര ധൈര്യശാലിയാ. ഇതെന്ത് സാധനം? എന്താ നിങ്ങളുടെ പല്ലിനുള്ളിൽ അണുക്കളും എല്ലാം ഒളിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്ത് വേണം? ഇനി അഥവാ ഇല്ലെങ്കിൽ എന്ത് വേണം? ആദ്യം നീ പറ, നീ ആരാണെന്ന്. നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ പല്ലിന്റെ സുരക്ഷയ്ക്കും ഉപയോഗിക്കൂ ഉപ്പും മുളകും ടൂത്ത് പേസ്റ്റ്. മുഴുവൻ ഇൻഫർമേഷൻ പറയാത്തതിൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും, വലിയ ശിക്ഷ ലഭിക്കും. ഏയ്, നീ ആരായാലും എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഇത് പിടി. പല്ലുകളുടെ കാവൽക്കാരൻ ബോഡിഗാർഡ്. അണുക്കളും പോയി, അണുക്കളുടെ കാരിയറിനെ ഓടിച്ചു. ടിങ് ടിടിങ്. മോട്ടു പത്ലു, എന്നെ രക്ഷിക്കേ. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. എന്താ ഇവിടെ നടക്കുന്നത്? നീ ബബിളിന്റെ അകത്ത് എങ്ങനെ കേറി കൂടി? ഇത് എന്നോടല്ല, പുറകെ വരുന്നവരോട് ചോദിക്കേ. പ്ലീസ് ഹെൽപ്പ് മീ സാർ. എങ്ങനെയെങ്കിലും എന്നെ പുറത്തേക്ക് എടുക്കേ. പുറകെ ആരും കാണുന്നില്ലല്ലോ. ബട്ട് വൈ ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ? ഡോണ്ട് വറി, ഞാൻ നിങ്ങളെ പുറത്തേക്ക് എടുക്കാം. ഇതാ കണ്ടോ? എന്റെ അമ്മോ.
ഇതെന്തൊരു സാധനാണ്? അല്ല ഇതേതാ പുതിയ ജീവി? ഏതെങ്കിലും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോവാണോ? ചിങ്കം സാർ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. എന്നെ ഈ പരുവത്തിലാക്കിയത് ഇവനാ. എന്താ നിങ്ങളിപ്പോൾ പല്ല് തേക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, അതായത് ഞാൻ പറഞ്ഞു വന്നത് അതെ. ഹാ, എന്താ നിങ്ങൾക്ക് എന്നെ പേടിയുണ്ടോ? അതെ. ഇല്ല ഇല്ല. ഇടയ്ക്കുണ്ട് ഇടയ്ക്കില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ അണുക്കളുടെ ഒരു ക്യാരിയർ ആണെന്നല്ലേ? അതായത് നിങ്ങൾ തന്നെ ഒരു അണുവാണല്ലേ? പല്ലുകളെ കൂടുതൽ വെളുപ്പിക്കാൻ എപ്പോഴും ഉപയോഗിക്കൂ ഉപ്പും മുളകും ടൂത്ത് പേസ്റ്റ്. ടിങ് ടിടിങ്. എന്തേ? ടിങ്ക് ടിങ്ക് ടിങ്ക്. ഞാൻ അണുക്കളെ മാത്രമല്ല അതിന്റെ ക്യാരിയറെ കൂടെ നശിപ്പിക്കുന്നതായിരിക്കും. എന്റെ അമ്മോ, ഞാനും കുടുങ്ങി പോകും. ഓടിക്കോ, രക്ഷിക്കണേ. എന്റെ അമ്മോ, അമ്മേ രക്ഷിക്കണേ. അല്ല ചങ്കുകളെ, നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ മനസ്സിലാവുന്നെന്ന് വെച്ചാൽ ആ ടൂത്ത് ബ്രഷിനകത്ത് കറണ്ട് പാസ്സായില്ലേ, അത് പേസ്റ്റിലേക്കും പോയതായിരിക്കും. ഇതെങ്ങനെ നമ്മൾ തടയുമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഐഡിയ. ഇത് നോക്ക്, നമ്മുടെ വായിലുള്ള ടൂത്ത് പേസ്റ്റ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുന്നു. അതുപോലെ നമ്മൾ ഈ ജെർമി ഗർമി പ്ലസിന്റെ മേലെ ടാങ്കിലുള്ള വെള്ളം ഒഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവൻ പിന്നെ എവിടേക്കും ഓടാൻ പോകുന്നില്ല. യെസ്, നീ ശരിയാണ് പറഞ്ഞത്. വരൂ നമുക്ക് ട്രൈ ചെയ്യാം. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ വേണമെങ്കിൽ ടാങ്കിലത്തെ വെള്ളം കൊണ്ടുപോയിക്കോളൂ. ഞാൻ അവനെ ഒളിപ്പിക്കാൻ വേറെ വല്ല ടെക്നിക്ക് ഉണ്ടോന്ന് ആലോചിക്കട്ടെ. വേഗം വാ. ചിങ്കം സാറ്, ഇങ്ങനെ ഓടരുത്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ച് നിങ്ങളെല്ലാം മോചിപ്പിക്കുന്നത് കണ്ടു. സീറോ ജാംസ്, സീറോ ക്യാവിറ്റി. അണുക്കളുടെ ക്യാരിയർ ഇല്ലെങ്കിൽ അണുക്കളുമില്ല. അണുക്കൾക്കെല്ലാം ബൈ ബൈ എന്നേക്കുമായി. അത് ശരി, അത് കൊള്ളാം. എടാ, ജംസിന്റെ അടുത്തുനിന്ന് മാത്രമല്ല നിന്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ രക്ഷ അത്യാവശ്യമാണ്. ഹായ്, ഇതിലെന്താണ് നമുക്ക് അവനെ വീഴ്ത്താൻ പറ്റി? ഇതിനാണ് പറയുന്നത് കൂടുതൽ സുരക്ഷ, കൂടുതൽ സെക്യൂരിറ്റി, പിന്നെ ജർമ്മി ഗർമിയിൽ നിന്നും രക്ഷയും. ടിങ് ടിങ് ടിടിങ്. ഹാ, കൊള്ളാം പത്ലു, പൊളിച്ചേ. നിന്റെ ഐഡിയ പൊളിച്ചു പത്ലു. വേഗം ഈ ടാങ്കർ ജെർമി ഗർമിയുടെ മേലെ കേറ്റാൻ നോക്ക്. ടാങ്കർ കേറി കഴിഞ്ഞാൽ ഈ ബബിൾ പൊട്ടിക്കോളും. അതോടെ ജെർമി ഗർമി പീസ് പീസായി പോകും. പല്ലുകളുടെ പൂർണ്ണ സുരക്ഷയ്ക്കായി, പല്ലുകളുടെ പൂർണ്ണ സംരക്ഷണത്തിനായി എപ്പോഴും ഉപയോഗിക്കൂ ഉപ്പും മുളകും ടൂത്ത് പേസ്റ്റ്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ജംപ് കൂടിയാണ്. എന്താ മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കി തരാം. പൊളിച്ചെടുത്തല്ലോ. ഓടിക്കോ. എന്റെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ, ഇനി എന്താ ചെയ്യാ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് ഡോക്ടർ ജഡ്ക. എനിക്കിപ്പോ ഒരു 2 സാധനങ്ങൾ ആവശ്യമുണ്ട്. ആദ്യം ഈ ബബിൾസിനെ പൊട്ടിക്കാനുള്ളത്, രണ്ടാമത്തേത് ആ ടൂത്ത് പേസ്റ്റിനെ അതിനകത്തേക്ക് കയറ്റാനുള്ളത്. ശരി, ഓക്കെ. അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് നിനക്ക് ആ ജെർമിയുടെ ബബിൾസ് എല്ലാം തകർക്കാൻ കഴിയും. പിന്നെ മോട്ടു, നിനക്ക് ഞാനൊരു വാക്വം ക്ലീനർ തരാം. ഇത് നീ ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ജെർമിയുടെ ശല്യം ഉണ്ടാവില്ല. വരൂ, എങ്കിൽ നമുക്ക് യുദ്ധത്തിന് തയ്യാറാവാം. പൊളിച്ചെടുത്തല്ലോ. ഇവർക്ക് ആ ബബിൾസിനെ പൊട്ടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇവന്മാർ ആ ടൂത്ത് പേസ്റ്റിന് അകത്താക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഒരു പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു പോയി. ഇനി ഏതായാലും ഇവന്മാരെ കൂടെ പോകുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ട വേണ്ട, എന്നെ കൊണ്ടുപോരുത്. ഓടിക്കോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, എല്ലാരും ഓടിക്കോ. നിങ്ങൾ പിന്നെയും വന്നോ? ഭയങ്കര ശക്തിയുള്ള അണുക്കളാണോ? നിങ്ങളെ പോലുള്ള അണുക്കളുടെ അടുത്ത് ഉപ്പും മുളകും സ്പെഷ്യൽ ടൂത്ത് പേസ്റ്റ് തന്നെ ഉപയോഗിക്കണം. അത് അണുക്കളുടെ കൂടെ കുംഫു കരാട്ടെ ഒന്നും ചെയ്യൂല, നേരിട്ട് മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കത്തേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ പല്ലുകൾക്ക് തരുന്നു നിലാവിന്റെ തിളക്കം, പിന്നെ പാലിന്റെ നിറവും. ടിങ് ടിടിങ്.
സിറ്റിന്ന് ഗർമി ജർമ്മീനെ തുടച്ചു മാറ്റാൻ പോവാണ് ഈ മോട്ടു പത്ലു ജോഡി. പത്ലുവിന്റെ കളി നീ കണ്ടു, ഇപ്പോ മോട്ടുവിന്റെ കളി നീ കണ്ടോ? ടിങ് ടിഡിങ്. ബൈ ബൈ ജർമ്മി ഗർമി ചേട്ടാ, നീ അടിയറവ് പറയേണ്ട സമയം എത്തിയിരിക്കുന്നു. നോ നോ ജെം കാരിയർ എന്നെ വിടൂ. അണിക്കൾ ദൂരെ പോ. ഓ നോ, ടോട്ടൽ സുരക്ഷ. നാച്ചുറൽ വെളുപ്പും നിലാവിന്റെ തിളക്കവും പിന്നെ പാലിന്റെ കളറും. ടിങ് ടിഡിങ്.